ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു വെറൈറ്റി പായസം റെസിപ്പിയാണ്. അപ്പോൾ സേമിയ വെച്ചിട്ട് ഒരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള ഒരു പായസമാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിനായിട്ട് നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സേമിയ ചേർക്കുമ്പോൾ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ബട്ടർ ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചുകൊണ്ടാണ് കട്ട പിടിച്ചതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് ആ ചൂട്ടിൽ തന്നെ അങ്ങ് മെൽട്ടായിക്കോളും. അപ്പോൾ സേമിയ നല്ലപോലെ റോസ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കാനുള്ള പോട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് ആ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലാക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറിൽ ഇങ്ങനെ വരും. എന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞിട്ട് വരും. അപ്പോൾ പഞ്ചസാരയുടെ കളറൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. നല്ല മെൽറ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറും ഇതും കൂടി നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടട്ടെ. തീ കൂട്ടി വെക്കേണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ മതി. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പോൾ ബട്ടറും ഷുഗറും കൂടി നന്നായി മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് പായസം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ മാത്രം ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ പാൽ ഒഴിക്കുമ്പോഴത്തേക്കും ആ കാരമലൈസ്ഡ് ആയ ഷുഗർ എല്ലാം കൂടി ഒന്ന് കട്ട പിടിച്ചിങ്ങനെ വരും. അപ്പോൾ എല്ലാ പാലും കൂടി ചേർക്കുമ്പോഴത്തേക്കും അത് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം 1/2 ലിറ്റർ പാൽ ചേർത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാലും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മെൽറ്റായി ഷുഗറൊക്കെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറും ഒന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ ചവ്വരി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന സേമിയയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സേമിയ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്കോച്ച് എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ആ ഒരു എസൻസും കൂടി ഒരു 3-4 ഡ്രോപ്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇതിൽ ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ശരിക്കും ആ ഉപ്പും കൂടി ചേർക്കുമ്പോഴാണ് ആ മധുരം നല്ലതുപോലെ ഒന്ന് ബാലൻസ്ഡ് ആയി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള പായസം തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനും നല്ലതാണ്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.